നമസ്കാരം. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ ഹർജിയിൽ കോടതി ഇന്ന് വീണ്ടും വാദം കേട്ടു. മറുപടി നൽകുവാൻ രാഹുൽ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഹർജി അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. രണ്ടാം തവണയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകുവാനായി കോടതിയിൽ സമയം നീട്ടിച്ചോദിക്കുന്നത്. കേസിൽ അതിജീവിത കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിന് തൊട്ടടുത്ത ദിവസം രാഹുൽ വാട്സാപ്പിലൂടെ വിളിച്ച് തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം. ഇത് ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനമാണെന്നും അതിനാൽ അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ രാഹുൽ തന്നെ ഫോണിൽ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാണ് രണ്ടാം പരാതിക്കാരിയുടെ വെളിപ്പെടുത്തൽ. കേസിലെ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനിടെ പ്രതിയായ എംഎൽഎ നേരിട്ട് ബന്ധപ്പെട്ടത് തന്നെ മാനസിക സമ്മർദ്ദത്തിലാക്കി എന്ന അതിജീവിത അന്വേഷണ സംഘത്തെ അറിയിക്കുകയായിരുന്നു. സാധാരണ ഫോൺ കോളിന് പകരം വാട്സ്ആപ്പ് കോളിലൂടെയാണ് ബന്ധപ്പെടുവാൻ ശ്രമിച്ചത്. ഈ വിവരങ്ങൾ അന്വേഷണ സംഘം കോടതിയെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. രാഹുലിന് നൽകിയ ഇളവുകൾ റദ്ദാക്കി കസ്റ്റഡിയിൽ വാങ്ങുവാനാണ് പോലീസിന്റെ നീക്കം. തനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ. ജാമ്യം റദ്ദാക്കണമെന്ന അന്വേഷണ സംഘത്തിന്റെ ഹർജിയിൽ കൃത്യമായ മറുപടി നൽകുന്നതിനും നിയമപരമായ വശങ്ങൾ പരിശോധിക്കുന്നതിനുമായി അദ്ദേഹം കോടതിയിൽ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. കേസ് രാഷ്ട്രീയമായി കെട്ടിച്ചുമച്ചതാണെന്നും താൻ നിരപരാധിയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിക്കുന്നു. രാഹുലിനെ രാഷ്ട്രീയമായി തകർക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും പറയുന്നത്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുവെന്ന പോലീസിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയിൽ ശക്തമായ പ്രതിരോധം തീർക്കുവാനാണ് രാഹുലിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായാണ് മറുപടി നൽകുവാൻ കൂടുതൽ സാവകാശം തേടിയത്. മാർച്ച് 10 കേസ് പരിഗണിക്കുമ്പോൾ തനിക്കെതിരെയുള്ള ആരോപണങ്ങളിലെ പൊള്ളത്തരം രാഹുൽ കോടതിയെ ബോധിപ്പിക്കും. ഇതിനിടെ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുമായി നടത്തിയ തെളിവെടുപ്പിൽ സുരക്ഷാ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി. തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാറിനെ ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ ഡിവൈഎസ്പിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായതെന്നതാണ് കണ്ടെത്തൽ. തെളിവെടുപ്പ് സമയത്ത് സ്ഥലത്തുണ്ടായിരിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഡിവൈഎസ്പി നന്ദകുമാർ അവിടെ ഉണ്ടായിരുന്നില്ല. ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ ഉദ്യോഗസ്ഥൻ പരാജയപ്പെട്ടുവെന്ന് ഡിജിപി റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ നടപടി. സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണത്തിനും സർക്കാർ ഉത്തരവിട്ടു. തെളിവെടുപ്പിനിടെ ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്ത നടപടി പോലീസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും വകുപ്പ് തല വീഴ്ചകളും മാത്രമാണ് വ്യക്തമാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകൾ കണ്ടെത്തുവാൻ കഴിയാത്തതിന്റെ ജാള്യത മറയ്ക്കുവാനാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതെന്ന വിമർശനവും ഉയർന്നുണ്ട്. അന്വേഷണത്തിന്റെ പേരിൽ രാഹുലിനെ വ്യക്തിഹത്യ ചെയ്യുവാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന ആക്ഷേപം ഇതോടെ ശക്തമാവുന്നുണ്ട്. പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ രാഹുൽ മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുവാൻ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആക്ഷേപമാണ് ശക്തമാകുന്നത്. തനിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഓരോ ആരോപണവും കോടതിയിൽ തകർക്കുമെന്നും സത്യം പുറത്തു കൊണ്ടുവരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണ സംഘം ഉന്നയിക്കുന്ന ജാമ്യം റദ്ദാക്കൽ ഹർജിയിൽ കൃത്യമായ മറുപടി നൽകുവാൻ രാഹുൽ തയ്യാറെടുക്കുകയാണ്. വാട്സ്ആപ്പ് കോൾ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ സാങ്കേതികമായി നിലനിൽക്കുന്നതാണെന്നും തനിക്കെതിരെ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കോടതിയിൽ വ്യക്തമാക്കും. കൃത്യമായ നിയമോപദേശം തേടുന്നതിനും രേഖകൾ ഹാജരാക്കുന്നതിനുമാണ് അദ്ദേഹം സമയം നീട്ടി ചോദിച്ചത്. തളച്ചിടാൻ ശ്രമിക്കുന്തോറും ജനപിന്തുണയോടെ ശക്തമായി തിരിച്ചുവരുമെന്ന സന്ദേശമാണ് രാഹുൽ ക്യാബ് നൽകുന്നത്. തിരുവല്ലയിലെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് ഡിവൈഎസ്പിക്ക് സസ്പെൻഷൻ ലഭിച്ചത് പോലീസിലെ ഏകോപനമില്ലായ്മ മൂലമാണ്. എന്നാൽ ഇതിന്റെ പേരിൽ എംഎൽഎ മോശക്കാരനാക്കി ചിത്രീകരിക്കാനാണ് ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതെന്ന് അനുകൂലികൾ ആരോപിക്കുന്നു. തെളിവെടുപ്പിന് പൂർണ്ണമായി സഹകരിച്ച വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കങ്ങളോ വീഴ്ചകളോ രാഹുലിന്റെ മേൽ കെട്ടിച്ചമയ്ക്കുന്നത് നീതിയല്ല. കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഡിവൈഎസ്പിയുടെ സസ്പെൻഷൻ നടപടി പോലും ഇപ്പോൾ വാർത്തകളിൽ നിറയ്ക്കുന്നത്. കേസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ വരെ മാധ്യമങ്ങളിൽ ചർച്ചയാക്കി രാഹുലിനെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ബോധപൂർവമായ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. തന്റെ ഭാഗം വ്യക്തമാക്കാൻ കോടതി സമയം അനുവദിച്ചതിനെ സ്വാഗതം ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന്റെ അനാവശ്യ ധൃതിക്കും ആരോപണങ്ങൾക്കും കോടതിയിൽ മറുപടി നൽകുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്ന് രാഹുലുമായി അടുത്ത വൃത്തങ്ങളും പറയുന്നുണ്ട്. മാർച്ച് 10 ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ പോലീസിന്റെ വാദങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ തുറന്നു കാട്ടുവാൻ കഴിയുമെന്നാണ് പ്രതിഭാഗം അഭിഭാഷകരുടെ പ്രതീക്ഷ. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിയമത്തെ ബഹുമാനിക്കുന്നതായും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിച്ച് തനിക്ക് നീതി ലഭിക്കുമെന്നുമാണ് രാഹുലും വിശ്വസിക്കുന്നത്.